ഔട്ട്ലെറ്റിൽ മദ്യവിൽപ്പന കുറഞ്ഞതിന് ഷോപ്പ് ഇൻചാർജിന് കുറ്റാരോപണ മെമ്മോ നൽകിയിരിക്കുകയാണ് ബെവ്കോയുടെ ജനറൽ മാനേജർ. കണ്ണൂർ പാറക്കണ്ടി ഷോപ്പിലെ ഷോപ്പ് ഇൻചാർജിനാണ് മെമ്മോ ലഭിച്ചത്. വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10.16% കുറവുണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഇതിലിപ്പോൾ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും ഒക്കെ യൂണിയൻ പരാതി നൽകിയിട്ടുണ്ട്. വിമുക്തി ഉൾപ്പെടെ പദ്ധതി കൊണ്ടുവന്ന സർക്കാർ നയത്തിന് എതിരാണ് ഇതെന്നാണ് ആരോപണം. സുനീഷ അയ്യല്ലൂരാണ് ചേരുന്നത്. സുനീഷ, ഒരു ഭാഗത്ത് വിമുക്തി പദ്ധതി നടപ്പാക്കുകയാണ്, മദ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നു. സ്വാഭാവികമായും ചിലപ്പോൾ അതിന്റെ ഭാഗമായി വിൽപ്പന കുറഞ്ഞിരിക്കാം. പക്ഷേ അതിന്റെ പേരിൽ ഒരു മെമ്മോ കൊടുക്കുക, കൂടുതൽ വിൽപ്പനയ്ക്ക് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്ന പോലെയാണല്ലോ ഇത്. എന്തായാലും പരാതിയായിട്ടുണ്ട് ഈ വിചിത്രമായ നടപടിയിലല്ലേ? അതെ വിനീത, ഇപ്പോൾ പരാതി പോയിട്ടുണ്ട്. വിനീത പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വശത്ത് വിമുക്തി അടക്കമുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ചിലയിടത്ത് ഇത്തരത്തിൽ ഷോപ്പിൽ മദ്യവിൽപ്പന കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷോപ്പ് ഇൻചാർജുമാർക്ക് നിർദ്ദേശം വരുന്നത് എന്നുള്ളതാണ്. നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിൽ വിൽപ്പന കുറയുമ്പോൾ ഇത്തരത്തിലൊരു കുറ്റാരോപണ പത്രികയും കുറ്റാരോപണ മെമ്മോയൊക്കെ നൽകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ എന്നുള്ളതാണ്. അതായത് കണ്ണൂർ പാറക്കണ്ടി ഷോപ്പിലെ ഈ ഷോപ്പ് ഇൻചാർജിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കുറ്റാരോപണ മെമ്മോ ലഭിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ 10% വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്, മദ്യവിൽപ്പന കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് കാരണം കാണിക്കലായി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കാത്തതടക്കം വിഷയമായി ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഷോപ്പ് ഇൻചാർജിനല്ല അത്തരം ചുമതലകൾ എന്നുള്ളതാണ് ഈ ഷോപ്പ് ഇൻചാർജ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും യൂണിയൻ നിലവിൽ മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. പറയുന്നത് അതായത് സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമല്ലേ ഈ കാര്യം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തനിക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞ ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ളവരോട് കാരണം ചോദിക്കേണ്ടതുണ്ട്, അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ യൂണിയൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വിചിത്രമായ രീതി അത് മാറ്റുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. സ്വാഭാവികമായും ഒരു ഷോപ്പ് ഇൻചാർജിന് ഇത്തരത്തിലൊരു മെമ്മോ ലഭിക്കുമ്പോൾ മറ്റ് ഷോപ്പ് ഇൻചാർജിമാരും ഈ മദ്യവിൽപ്പന കൂട്ടാനുള്ള ഒരു നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഏതായാലും അത്തരമൊരു സാഹചര്യം ഒരുക്കരുത്, ഈ നടപടി എടുത്തവർക്കെതിരെ ഒരു നടപടിയെങ്കിലും വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. വിനീത, ശരി, എന്തായാലും കൊള്ളാം. മദ്യവിൽപ്പന കുറഞ്ഞത് കുറ്റമാണോ എന്നാണ് ഈ അവസരത്തിൽ ചോദിക്കാൻ തോന്നുന്നത്. ഏതായാലും പരാതിയായിട്ടുണ്ട്, ഉചിതമായ നടപടി എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സുനീഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.